എന്തോ മഴ നമുക്ക് ചെയ്യാൻ പറ്റിയ വീഡിയോ ഉണ്ട്. പഠിപ്പിച്ചേ എന്ത് ചോദിക്കുന്നു? മഴയൊക്കെ ഇല്ലയോ? മഴയല്ലേ നട്ടോസ് ഇന്നാറായത് വെച്ച് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോഴാണ് ഭാര്യ കൊണ്ടാക്കി ഒരു കാര്യം ചെയ്യാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പൊ ഇന്ന് നല്ല മഴയാണ്, നല്ല അടിപൊളി മഴയാണ്. നമ്മള് പുറത്ത് ഒരു തട്ടുവശ ഇന്ന് രണ്ട് ചെറുതൊക്കെ അടിക്കുന്നു. അജയൊക്കെ അപ്പം നമ്മള് തട്ടുവശ ചെയ്യാൻ പോവാണ്. നമ്മള് പുറത്ത് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. മഴയാണ്ട് പോകാൻ പറ്റില്ല, കിട്ടില്ല മഴ. അപ്പം നമുക്ക് ഇന്ന് വീഡിയോ ചെയ്തുമില്ല. രാവിലേക്ക് മഴയുടെ പുറത്തെ കയറുന്ന വീഡിയോ ചെയ്തൊന്നുമില്ല. അപ്പം നമ്മളിപ്പം ആള് കുറവാണ്, എന്നാലും നമുക്ക് വീഡിയോ വീഡിയോ ലാഗാക്കാൻ പറ്റില്ല. അതുകൊണ്ട് മണി ഇപ്പൊ 8:30 ഞങ്ങൾക്ക് സൂക്കിയിടാം. ഇവിടൊക്കെ കുറച്ച് തട്ടിക്കൂട്ടി ചെറിയ ദോശയും ഓംലേറ്റും ചമ്മന്തി തട്ടുകട റീക്രിയേറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പൊ മഴയാണ്, എല്ലാരും വീട്ടിൽ ഇരിക്കുക, ജോലിക്കൊന്നും പോകാതെ സേഫ് ആയിട്ടിരിക്കുക. ഞങ്ങളെ യൂട്യൂബ് ചാനൽ മാത്രം കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഇപ്പം പറയണേ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ തേങ്ങ തിരുമുമ്പോൾ കണ്ടോ, തേങ്ങ കണ്ട ഷേപ്പ് ഉണ്ടോ, നമ്മൾ ഈ റൗണ്ടിൽ തിരുമിയാൽ മാത്രമേ അല്ലേ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന രീതി. നിന്റെ മറ്റേ ആധാർ കാർഡ് മറ്റേ വാക്കുകൾ ഡീറ്റെയിൽ തരണം. തേങ്ങ തിരുമ സമീപിക്കുക. ഈ രീതിയിൽ തന്നെ തേങ്ങ തിരുമി കൊടുക്കും. കറക്റ്റ് ആയിട്ട് ഷേപ്പ് ഇങ്ങനെ കറക്റ്റ്. അല്ല അതാ പറഞ്ഞത്, ഫിറോസക്ക് മറ്റേ പൊട്ടൂരിയുടെ കിട്ടി തേങ്ങ തിരുമ. ഇവരെ കെട്ടുന്നുണ്ട് ഭാഗ്യം. അപ്പൊ തേങ്ങ തിരുമേ വേണ്ട, തേങ്ങ പിന്നെ യൂസ് ചെയ്യാം. ഇവ തിരുമി കൊടുക്കും. അപ്പൊ നമ്മള് ഫസ്റ്റ് ആ ദോശ സെറ്റ് ചെയ്തിട്ട് പോവാണ്. കല്ല കത്തി ചൂടാക്കണം. നമ്മുടെ ദോശയ്ക്ക് പ്രത്യേകത, നമ്മള് കുട്ടി ദോശ ഉണ്ടാക്കുന്നത്. കുട്ടി ദോശ കാരണം നല്ല കട്ടിയായിരിക്കും. നമ്മുടെ ഈ ചെറിയ ദോശക്കല്ലിൽ നമ്മൾ മാക്സിമം ദോശ സെറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ പ്ലാൻ. ഇങ്ങനെ നമുക്ക് റെക്കോർഡ് എടുക്കണം. കുഴിയൊക്കെ ദോശയ്ക്ക് 3 ഹോളായി. മണം ഇല്ല, ഒരു മണം ഒന്നുമില്ലേ? എന്താണ് അതിനെ ഈ കിട്ടില്ല നല്ല ക്ലൈമറ്റ്. മൂന്നാർ വരെ തോറ്റു. മാറനാടെന്ന് വെച്ചാൽ മാറനാട് നിങ്ങൾ ശരിയാ, ഈ നമ്മുടെ നാട് അത് വേറെ വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് മാറനാട്. കാരണം ഇവിടെ പുഴയുണ്ട്, അരുവിയുണ്ട്, കാടുണ്ട്, നല്ല മനുഷ്യരുണ്ട്, നല്ല സൗഹൃദങ്ങളുണ്ട്. നമുക്ക് ഈ യൂട്യൂബിൽ പ്രത്യേകം നമ്മള് മെയിനായിട്ട് നോക്കും സൗഹൃദങ്ങൾ. പൊതുവെ ഇപ്പം പുഴയുടെ ലൊക്കേഷൻ പുഴ ഞങ്ങളുടെ കനാലിന്റെ സൈഡിൽ കൂടെ ഒരു പുഴയുള്ളൂ, ചെറിയൊരു പുഴ, ഒരു 8 മീറ്റർ ആണ്. അത് നമ്മുടെ ഫസ്റ്റ് ദോശ എല്ലാം ചങ്ക തിന്നു. സബ്സ്ക്രൈബേഴ്സ് ആദ്യം അതാ നോക്കണല്ലേ കളന്ന്. ഞാൻ ഓർമ്മ അതെ ദോശ കൊടുക്കുന്ന വഴി അവിടെ നിന്ന് മാറും. ആയിക്കോട്ടെ. എന്താ ദോശ കണ്ടിട്ടു പറയാ, അവിടെ മൊത്തം ആക്കി. ഞങ്ങൾക്ക് പറയാം, ഞങ്ങൾ 2 കിലോമീറ്റർ സ്ഥലം ഇത് 3 ഇരിക്കും. കുറച്ച് പുറത്തോട്ട് വിടാം. ഇവൻ ഉദ്ദേശിക്കുന്ന ഷേപ്പിലാണ് ചൂട് 3 കേട്ടാ. ഇത് അപ്പം കേട്ടോ, ദോശയല്ല. പല ഷേപ്പിലാണ്, കാരണം നമ്മൾ എല്ലാ ഷേപ്പും ഉണ്ടാവും. ത്രികോണം ട്രൈ ചെയ്യാൻ പോകും. അടിപൊളിയിരിക്കുന്നത് മസിൽ പോലും മനസ്സിലായത്.
അപ്പൊ ഞങ്ങളൊക്കെ ഇത് നമ്മുടെ പുതിയ അരോണയാണ്. നമ്മുടെ പഴയ അരോണ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാ വീട്ടിലും കണ്ടിട്ടുണ്ട്. ഇത് ടാങ്ക് അത്യാവശ്യം അതൊന്നും അല്ലെങ്കിൽ അത്യാവശ്യം ഒരു എന്താ പറയുക, കാണാൻ ഒരു പ്രൗഢിയായിട്ട് ഇത് കിടന്നൊരു സാധനമാണ്. നമ്മുടെ മിക്ക വീട്ടിലും ഉണ്ട്, എല്ലാവർക്കും അറിയാം. ഒരു കുറച്ച് ദിവസമായില്ലേ, ഒരു എത്ര ദിവസം നമുക്ക് പോയി. ഇപ്പം അതിന് പകരം നമ്മളിപ്പം കൊണ്ടുവന്ന പുതിയ ചെക്കനാണ് ഈ കിടക്കുന്നത് കേട്ടോ. അടുത്തിരി ഉള്ളു, പിന്നെ നമുക്ക് സൈസാക്കി എടുക്കണം. ഓക്കെ, ചമ്മന്തി നീ അറിയുമോ? ഞാൻ അറിയാം. എന്നതാ അവനാരാ നല്ലയാ? മിക്സിക്കകത്ത് സോറി. അപ്പൊ നമ്മുടെ ചമ്മന്തി ശ്യാം സെറ്റ് ചെയ്യാണ്. നമ്മുടെ ഇവിടുത്തെ ഫ്രീക്കനാണ്. അപ്പം ആ കളച്ചു നമ്മുടെ ഒരു സുഹൃത്ത് ട്രിപ്പിന് പോയിട്ടുണ്ട്, വാഗമൺ. വാഗമൺ. ഇവിടെ പോകാൻ പേടിയാ, അങ്ങ് ആറുമാതിക്ക് കിടന്നു. ചിറ്റപ്പൻ പോയിട്ടുണ്ടോ ശ്യാമേ? ആദ്യം സ്വിച്ച് ഓൺ, ആദ്യം സ്വിച്ച് ഓൺ ആക്കണം. ഇതിനെക്കാട്ട് സൂപ്പറായിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി നോക്ക്. അതൊക്കെ എന്താ ഇതിനു മുമ്പ് നിങ്ങൾ കല്യാണം കഴിച്ചോ? കടുകൊക്കെ കടുക് വീടുണ്ട്. എന്തി ഒന്ന് കാണിച്ചു അല്ല കറി എങ്ങനെ എങ്ങനെയാണ് സാധനം നമ്മളുണ്ട്. ഇതൊന്നും അറിയത്തില്ല. സ്നാക്സ് തന്നെ ഇതുപോലെ ഒരു 30 വേണം എന്നാലും മിച്ചം മാറുന്നില്ല. എനിക്കല്ലാത്ത മതി. എങ്ങനെ എന്നുവെച്ചാ ഇഞ്ചിയും അല്ല ഇതല്ലേ ഇല്ല മറ്റേ ഇതൊന്നും ഇടാൻ പറ്റത്തില്ല. വീഡിയോ മാറി ഇപ്പൊ വേറെ ആളുകളെ ഓക്കെ. താറാമുട്ട വേണോ കോഴിമുട്ടോ? കാടമുട്ട താറാമുട്ട കേട്ടോ, നൈസ് താറാമുട്ട. സ്നാക്സ് കൊടുക്കുന്നത് അണപ്പല്ലി വെട്ടുള്ള സാധനമാണ്. അതുപോലെ പോടുണ്ടെങ്കിൽ അണപ്പല്ല പോടലൊക്കെ മാറിങ്ങോട്ട് ഇവനെ വെച്ച് അടുത്ത ഞായറാഴ്ച പൊറോട്ട അടിക്കരുത്, മാറ്റി 7 വർഷമായി 7 വർഷം. നല്ല നൈസ് കുരുമുളക് ചെരി വേണം. തൊട്ടോടെ എരി മെയിൻ ആട്ടാ. വൺ സൈഡ് ഉണ്ടായിരുന്നു, വൺ സൈഡ് ഈ ചാച്ചുനോ ഒന്നും ചെയ്യാനോ അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ ഒരു മുളകറി ഉണ്ടാക്കാം. നമുക്ക് ഒന്ന് ഫ്രഷ് ചെയ്ത് സെറ്റ്
അതെ നല്ല സ്വയംഭ മുളക് കറി കേട്ടോ. ഏകദേശം സെറ്റാ. ആ ഒരു തട്ടുകട ഫീലാണ് ഈ ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. തട്ടുകടയിലൊക്കെ ഇങ്ങനെയൊക്കെ കേട്ടോ. നമ്മൾ ആദ്യമേ ഇച്ചിരി വൃത്തിക്കൊക്കെ ഉണ്ടാകുന്ന നോക്കി അവസാനം നമ്മൾ ഇങ്ങനെ നമ്മുടെ തമിഴ്നാട് തട്ടുകടയിൽ നിന്ന് വയ്യാണ് പൊരിച്ചാൽ ഇത് ലോക്ക് അയച്ചിട്ട് പിന്നെ കാണിക്കുന്നത് ഇവിടെ നോക്കത്തില്ല. ഇവിടെ പലരും താമസിക്കുന്നത് പിന്നല്ലാതെ ഒരു മര്യാദ വേണം. എത്ര ആൾക്കാർ ഇവിടെ ഞങ്ങൾക്ക് പൊട്ടന്മാരാണ്. ഇവിടെ മണക്കാനും എടുക്കാനും നോക്കത്തില്ല. അത് നീ പോ. ഇങ്ങനെ കാണിക്കുന്നത് സ്റ്റാറ്റസ് കണ്ട് ചുമ്മാ തമാശ ഭാഗ്യമുണ്ട്. കയറങ്ങോട്ട്. അപ്പൊ നിങ്ങളെ നമ്മുടെ ദോശ സംഭവങ്ങളൊക്കെ സെറ്റ് ആയിട്ട് നമ്മുടെ ആള് കുറവാണ്. നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യമേ ഓംലേറ്റ് സൈഡിലോട്ട് കുതിക്കി ഏത് തട്ടുകടയിൽ എത്ര നിവർത്തി ഇലയിട്ട് കൊടുക്കുന്നത്? 2 തീ ഹിന്ദി പറയണം. അതിനകത്ത് കുറച്ചില്ലേ കീറി കിടക്കുന്ന ചാച്ചൊന്നുണ്ട്. അയാളെ കലാവില്ല. ബാക്കിയൊക്കെ ചതുരം അതല്ലേ. നമുക്ക് ചമ്മന്തി ഒഴിക്കാം. എരി കുറവാ. അപ്പൊ ഞങ്ങൾ നമ്മുടെ തട്ട് ദോശ അവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ കിട്ടില്ല ചെറിയ ദോശകൾ നൈസ് ദോശ. അതിനകത്താണ് ചമ്മന്തി ഒഴിച്ചിട്ടുണ്ട്. കണ്ട് ഇത് ഇടയ്ക്കൂടെ നമ്മുടെ ചാച്ചു നമ്മുടെ തടിയും വിഷ്ണുവും ദോശകളാണ്. അത് അങ്ങനെ ഇരിപ്പുണ്ട്. ഓക്കെ. നാളെ കിടിലം മുളക് കറി ഉണ്ട്. നല്ല താറാവ് ഓംപ്ലേറ്റ്. അതാണ് ചെറുക്കൻ നമ്മുടെ കോഴിയുടെ എന്ന് പറഞ്ഞത് കോഴി 1 സൈഡ് ഡബിൾ സൈഡ്. ഇത് ഉള്ളി ഒന്നും ചേർത്തില്ല. നമുക്ക് കഴിച്ചു നോക്കാം. അപ്പൊ ആദ്യമേ നമുക്ക് പീസ് എടുക്കാം. ഈ ചാറ് നല്ല കുതിർന്നിരിക്കും കേട്ടോ. ഇതിൽ നിന്നൊരു പീസ് ഇങ്ങനെ അടത്തിലുണ്ടോ? പുറത്ത് നല്ല മഴ കേട്ടോ. അതിവിടെ പറയേണ്ട കാര്യം അങ്ങനെ അങ്ങനെ. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല മഴ പുറത്തുണ്ട്. അപ്പൊ നമ്മൾ അതായത് ഒരു പീസ് എടുത്ത് ഇത് മുളക് കറി മുക്കുക. ഞാൻ വെച്ച് അത് നാണ്ട താറാവിന്റെ കുരുമുളക് നല്ല കിടുക കയറ്റിട്ടെ അതിൽ നിന്നൊരു പീസ് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചുരുട്ടണം. തട്ടടാ ഈ പീസ് ബസ്സിലെ നമ്മൾ ആൾക്കാരും കൊടുക്കുന്നത്. നിന്റെ ഓപ്ഷൻ പറ. നിന്റെ നിന്റെ ഓപ്ഷൻ ഭൂരിപക്ഷം നോക്കിയപ്പം അപ്പൊ നന്ദുവിന് കൊടുക്കാനാ പറയുന്നത്. പക്ഷെ അപ്പൊ നന്ദുവിന്റെ പേരാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അപ്പൊ നന്ദുവിന് കൊടുക്കാനാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നന്ദു നീ പ്ലെയിൻ ഓംപ്ലേറ്റില്ലേ പറഞ്ഞേ? അമ്പാടിക്കുള്ളതാണ്. അപ്പൊ നമ്മളെ ചെറുക്കന് കൊടുക്കാം. നമ്മളെ നന്ദുവിന് കൊടുത്തു. ഓക്കെ. അപ്പൊ അടുത്ത് നമ്മള് നൈസായിട്ട് എടുത്തിട്ട് ഓംപ്ലേറ്റ് അവിടെ ഒരു ഇവിടെ ചാച്ചു കൊടുക്കണം. നിങ്ങൾ പറ കൊടുക്കണം. ഓക്കെ. ടേസ്റ്റ് നോക്കിട്ട് പറയണം. നല്ല എരിവുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഇനി മൂത്തത് ഷവർമ്മ. അല്ല അങ്ങനെ പരാതിയില്ല. ഇത് രണ്ടാമത്തെ ഞാനേ ഉള്ളൂ. അതേ പോയി ഞാൻ സത്യം കൊടുക്കുന്നു. എങ്ങനെയുണ്ട് അഭിപ്രായം? അടിപൊളി. പിന്നെ സത്യം ഞാൻ കൊടുക്കാം. നീ കഴിയില്ല. എങ്ങനെയുണ്ട് സംഭവം? സൂപ്പർ. നല്ല ആ മുളക് കറിയുണ്ട്. ഞാൻ ഉണ്ടാക്കിയ മുളക് കറി. നീ അല്ല ഞാൻ ഉണ്ടാക്കി മുളക് കറി. ഞാൻ നീ അമ്മന്തി മതി. അത് മെയിൻ.
ഞാൻ കഴിച്ചോട്ടെ. മുളക് കറി കേട്ടോ, മുളക് പൊടി സൂപ്പർ അല്ലേ? മുളകിന്റെ രുചി. അപ്പോൾ വേണ്ട ഓംപ്ലേറ്റ് പറ എന്താ പപ്സോ? വിഷയമില്ല. എന്താ കുരുമുളക് ഇത് കൂട്ടിട്ട് കേട്ടോ. നിക്കള് കൊടുക്കുന്നു. നോക്കാം എന്തോന്നു അറിയാമോ വീടെടുക്കുന്നു. ഞങ്ങളെ നമ്മുടെ തട്ടുകട ദോശ ഓംലേറ്റ് നമ്മുടെ മുളക് കറി എങ്ങനെയുണ്ട്? ആര് ഫീൽ കിട്ടിയ? വലിയ എരിയൊന്നുമില്ല. ഇല്ല, കണ്ണ് അപ്പൊ നമ്മ ഞാൻ കാര്യം പറയാം. ഈ കിട്ടില്ല മഴ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മഴയില് പുറത്ത് ഈ മഴയത്ത് ഈ ചൂട് ദോശയും നല്ല ചൂട് ഓംലേറ്റ് മുളക് കറി ഇതും കൂടെ കൂട്ടി കഴിച്ചിട്ട് എന്നെ പൊന്ന ചങ്കുകള് ഒരു രക്ഷയില്ല. ഒന്ന് ട്രൈ ചെയ്യണം ഇത്. ഓക്കെ, ഇത് മസ്റ്റാർഡുകളെല്ലാം ട്രൈ ചെയ്യുക. അപ്പൊ നമുക്ക് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്ന സാഹചര്യമാണ്. അപ്പൊ നമുക്കിത് വീട്ടിലൊക്കെ തന്നെ നമ്മുടെ കൂട്ടുകാർ കൂടിയൊക്കെ സെറ്റ് ചെയ്ത് കഴിക്കുന്നതിന്റെ ഫീൽ ഒന്ന് വേറെ ഒന്ന് കഴിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ ഇതിന് മുന്നേ ഉള്ള വീഡിയോസ് ഒക്കെ അത്യാവശ്യം വ്യൂസ് കുറവാണ് അല്ലേ? അത് നിങ്ങളുടെ ഓ അതിലേക്ക് ആയിരിക്കും അങ്ങനെ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുക. നിങ്ങൾക്ക് നെറ്റ് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വ്യൂസ് പറയുന്നത്. അപ്പം ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ മാക്സിമം പ്രൊമോട്ട് ചെയ്ത് അത്യാവശ്യം വ്യൂസ് ഒക്കെ കയറ്റി അല്ലേ, ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. അതാണ് കിട്ടിയെങ്കിലും വീഡിയോസ് പുറകില്ല. ട്രാവലിംഗ് വീഡിയോ വരുന്നുണ്ട് പറയാം. അതാണ് ഞങ്ങളുടെ 3-6 വീഡിയോ നമ്മുടെ ലോഡിംഗ് ആണ് ഇല്ലേ? ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയതായി, പക്ഷെ അപ്പൊ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഉടനെ വരുന്നുണ്ട്. അപ്പൊ ഇതേപോലെ നല്ല കിടിലം വീഡിയോസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ട്. അപ്പൊ ഞങ്ങളുടെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ള സുഹൃത്തുക്കൾക്ക് എത്തിച്ചല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഒരു കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.